ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രേണു സുധിയുടെ വീട് തന്നെയാണ്. എന്താണ്? വീട് ചോർച്ചയാണ്, പൊളിഞ്ഞു വീണു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ ഇടവകയിലുള്ള ബിഷപ്പ് പറയുന്ന വാക്കുകൾ. അതുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്ന ഒരു കലാകാരിയുടെ രണ്ട് മുഖം, ഡബിൾ ഫേസ് ആണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? ഈ ബിഷപ്പ് പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ? ആരോഗ്യമുള്ളൊരു സ്ത്രീയല്ലേ അവർ? അവർക്ക് അധ്വാനിച്ചിട്ട് കുടുംബം നോക്കിക്കൂടെ? കുഞ്ഞിനെ നോക്കാൻ നിങ്ങൾ ഏറ്റെടുത്തോളൂ എന്ന് അവൾ മീഡിയയിൽ പറഞ്ഞു. അത് ശരിയാണോ? രേണുസുധിയുടെ ഫെയിമിന് വേണ്ടി, രേണുസുധിയുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ബിഷപ്പാകുന്ന എന്നെ കീറി മുറിച്ചു. അതൊരിക്കലും ക്ഷമിക്കാവുന്ന ഒരു കാര്യമല്ലത്. താൻ 10 മാസം കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച മകനെ നാട്ടുകാർ നോക്കിക്കോളൂ എന്ന് പറയണമെങ്കിൽ എത്രത്തോളം തരം താണു പോയി രേണുസുധി. നിങ്ങൾ ബിഷപ്പ് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു. രേണുസുധിയോട് ആരാധന വെച്ചോണ്ട് ആരും എന്റെ അടുത്തോട്ട് വന്ന് ഇതുവരെയും ചോദിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ അവരെ മാർക്കറ്റ് ചെയ്യും? ഇത് കൊടുക്കണം, വാർത്തയിൽ കൊടുക്കണം. ഇത് രേണുസുധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും വരാറില്ല. മീഡിയയിലുമുള്ള തെറിവാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ആകപ്പാടെ നാണക്കേടാവും. ബിഷപ്പിനെ വരെ കരിവേത് വാരി തേച്ചു എന്നാണ് പറയുന്നത്. എന്തിനുണ്ട് അതിൻ്റെ ആവശ്യം? രേണുസുധി ഇപ്പം നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പം അതിൽ നിന്ന് കിട്ട വരുമാനം കൊണ്ട് അവനാണ് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ചെയ്തു. മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരാളാണെന്ന് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിൽ കുറെ പേർക്ക് അവർ വളരെ ഒന്നും വേണ്ടിയാ പറയാൻ ചെലവിന് കൊടുക്കാൻ പറയും. എന്തിന്? ആരോഗ്യമുള്ള ഒരു സ്ത്രീക്ക് ആര് ചെലവിന് കൊടുക്കണം? ഞാൻ അങ്ങനെ ഓരോ ആളുകൾക്ക് വീടില്ലാതെ അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ഇവർക്കൊരു വീട് കിട്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അപമാനിക്കുന്ന വാക്കുകളാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. അറിഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞു ചോദിപ്പിച്ചതാണ്. അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവരറിഞ്ഞുകൊണ്ട് ചോദിച്ച ചോദ്യമാണ്. ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ കുഞ്ഞ് റിതുല് കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു. മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന മുഴുവൻ പേരെയും കരിവാരി പുരട്ടാൻ വേണ്ടി രേണുസുധി ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും. ഓരോ ആളുകൾക്ക് വീടില്ലാതെ അവരെത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ? ഇവർക്കൊരു വീട് കിട്ടിയിട്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് അപമാനിക്കുന്ന വാക്കുകളാണ് ഇവർ പറയുന്നത്. ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത. നമുക്ക് കിട്ടിയ എന്ത് ഒരു മിഠായി കഷ്ണമാണെങ്കിൽ പോലും നമ്മൾ അതിന് ബഹുമാനിക്കണം. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ നടക്കരുത്. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതിൽ നിന്ന് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മനസ്സാലെ മറക്കാനും പൊറുക്കാനും പഠിക്കുക. അതാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.